സംസ്ഥാനത്തെ 200-ലധികം സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് പ്രധാന അധ്യാപകരില്ലാതെയാണ്. പലയിടത്തും AEO തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഹൈസ്കൂൾ അധ്യാപകരുടെ സ്ഥാനക്കയറ്റ ഉത്തരവ് വൈകുന്നതിനാലാണ് പ്രധാന തസ്തികകളിൽ ആളില്ലാതെ സ്കൂൾ തുറക്കേണ്ടി വരുന്നത്. സീനിയർ അധ്യാപകർക്ക് അധിക ചുമതല നൽകിയാണ് ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. കണ്ടുവരാം. കോട്ടയത്ത് 28-ഉം വയനാട്ടിൽ 21-ഉം കണ്ണൂരിൽ 23-ഉം സ്കൂളുകളിൽ പ്രധാന അധ്യാപകരില്ലെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരം സ്കൂളുകളിൽ സീനിയർ അധ്യാപകർക്ക് പൂർണ്ണ അധിക ചുമതല നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉത്തരവുമിറക്കി. മെയ്യിൽ പുറത്തിറങ്ങേണ്ട പ്രധാനാധ്യാപക AEOമാരുടെ സ്ഥാനക്കയറ്റ ഉത്തരവിറങ്ങുന്നത് വൈകിയതാണ് തസ്തികകളിൽ ആളില്ലാതാവാൻ കാരണം. മെയ് 21-ന് തന്നെ അന്തിമ മുൻഗണനാ പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും സ്ഥാനക്കയറ്റ ഉത്തരവിറക്കാൻ ഇതുവരെയും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല. സ്കൂൾ തുറന്ന് 1.5 മാസമായിട്ടും കേരളത്തിലെ ഗവൺമെന്റ് ഹൈസ്കൂളുകളിലും അതുപോലെ തന്നെ AE ഓഫീസുകളിലും ഏതാണ്ട് 250-ലധികം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ വർഷവും മെയ് മാസം 8-ാം തീയതിയോടുകൂടി സീനിയോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അത് DG ഓഫീസിലെത്തി ഇതുവരെ DPC കൂടി പ്രധാന അധ്യാപകരെയും AEOമാരെയും നിയമിക്കാൻ സാധിച്ചിട്ടില്ല. സ്ഥാനക്കയറ്റം വൈകുന്നത് 2025 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കും. പ്രധാന അധ്യാപകന് വേണ്ട യോഗ്യതയുള്ളവരുടെ PSC പട്ടിക നിലവിൽ എല്ലാ ജില്ലകളിലുമുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് നിയമനം നടത്താത്തതിലും ദുരൂഹതയുണ്ടെന്നാണ് അധ്യാപകരുടെ ആരോപണം. റിപ്പോർട്ടർ, കോഴിക്കോട്.